മൂന്നാമത്തെ യൂണിറ്റിലുള്ള ഒന്നാമത്തെ ചാപ്റ്റർ, അതായത് ത്രീ വീൽഡ് റെവല്യൂഷൻ. ഈ ഒരു ചാപ്റ്ററാണ് നമ്മളൊരു 10-12 മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ സമ്മറൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ എളുപ്പത്തിൽ പഠിക്കാം. സോ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. ഇതൊരു സ്റ്റോറിയോ അല്ലെങ്കിൽ പോയമോ എസ്സേ ഒന്നുമല്ല. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഇന്റർവ്യൂ ആണ്. ഒരു ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സംശയം, ഇത് ആരെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതായിരിക്കും. നമ്മളിവിടെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓൺട്രപ്രനോറെയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഇർഫാൻ ആലം. അപ്പൊ ഈ വേർഡ് ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവില്ല. ഓൺട്രപ്രനോർ അതെന്താണപ്പാ? ഞാൻ പറഞ്ഞുതരാം. ഓൺട്രപ്രനോർ എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ക്രിയേറ്റ് ചെയ്ത് അത് നമ്മൾ നോക്കി നടത്തി അതിനെ മാനേജ് ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ഒരാൾ എന്നുള്ള അർത്ഥത്തിലാണ് ഓൺട്രപ്രനോർ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അയാൾ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓൺട്രപ്രനോർഷിപ്പ് എന്ന് പറയുന്നത്. സോ ഇർഫാൻ ആലം ബേസിക്കലി ഒരു ബിസിനസ്സുകാരനാണ്. ആ ബിസിനസ്സുകാരന്റെ ഒരു ജേർണിയെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വളരെ സോഷ്യൽ കോസ് ഉണ്ടാക്കി, അല്ലെങ്കിൽ സോഷ്യൽ ഇന്നവേഷൻ എന്ന് പറയുമ്പോൾ സമൂഹത്തിന് കൂടെ ഉന്നമനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് ഐഡിയ ആണ് ഇവിടെ നമ്മൾ ഈ ഒരു ഇന്റർവ്യൂവിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ ത്രീ വീൽഡ് റെവല്യൂഷൻ എന്ന് പറയുന്ന ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ. ത്രീ വീൽഡ് റെവല്യൂഷൻ. റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ വിപ്ലവം എന്നാണ് അതിന്റെ അർത്ഥം. ത്രീ വീൽഡ്, ഇവിടെ ത്രീ വീല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ റിക്ഷനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റിക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഓട്ടോറിക്ഷ അല്ല, ആളുകൾ വലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഈ ഒരു ബിസിനസ് ഐഡിയ, അപ്പൊ ത്രീ വീൽഡ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ റിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ബിസിനസ് ഐഡിയ ആണ് അദ്ദേഹം പിന്നീട് വലിയ വിജയമാക്കി മാറ്റിയത്. അപ്പൊ ആ ഐഡിയയുടെ ഏർലി ഇൻസ്പിറേഷൻ, വേർ ഈസ് ഇറ്റ് കമ്മിങ് ഫ്രം, ഹിസ് വെരി ഫസ്റ്റ് ഇൻസ്പിറേഷൻ, അത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. At 17 years, Irfan Alam thought of selling water bottles in rickshaws. 17 വയസ്സായപ്പോൾ മാത്രം, 17 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ബിസിനസ് ഐഡിയ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ടു സെൽ വാട്ടർ ബോട്ടിൽസ് ഇൻ റിക്ഷാസ്. ഈ റിക്ഷാസിൽ സാധാരണ ആരും വെള്ളത്തിന്റെ കുപ്പികൾ വെക്കാറില്ല. പക്ഷെ ഇദ്ദേഹം അതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തിരിച്ചറിയാണ്. അദ്ദേഹം അതിനെ കുറിച്ചിട്ട് ആലോചിക്കുകയാണ്. ദി സ്മോൾ ഐഡിയ ഗേവ് ഹിം ഹിസ് വെരി ഫസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് മേഡ് ഹിം റിയലൈസ് there was a big business opportunity. സോ ഈ ഒരു കാര്യത്തിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത്ര വലുതൊന്നുമല്ല, വളരെ ചെറിയ പ്രോഫിറ്റ് ആണ്. ഹിസ് വെരി ഫസ്റ്റ് പ്രോഫിറ്റ് ആണ്. പക്ഷേ ദാറ്റ് മെയ്ഡ് ഹിം റിയലൈസ് ഇറ്റ് ഈസ് ആക്ച്വലി എ ബിഗ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഇത് വലിയൊരു വ്യവസായത്തിന്റെ അവസരമായിട്ട് അദ്ദേഹത്തിന് ആ ഒരു തിരിച്ചറിവ് കിട്ടുകയാണ്. ഇത് ആക്ച്വലി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ബിസിനസ് ആക്കി മാറ്റാന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയണം. ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ബിസിനസ് ഫ്രം ചൈൽഡ്ഹുഡ്, ഈവൻ ഹെൽപ്പിംഗ് ഹിസ് ഫാദേഴ്സ് ഫ്രണ്ട്സ് റിക്കവർ മണി ഫ്രം സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം ഇൻ 1992. ഇത് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു സഡൻ ഇൻട്രസ്റ്റ് ഒന്നുമല്ല. ആൻഡ് ദിസ് ഇൻട്രസ്റ്റ് ഈസ് ആക്ച്വലി കമ്മിങ് ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ്. അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് തൊട്ട്, ഫ്രം ചൈൽഡ്ഹുഡ് ഇറ്റ്സെൽഫ് ഹി വാസ് വെരി ഇൻട്രസ്റ്റഡ് ആൻഡ് ഹി വാസ് വെരി പാഷനേറ്റ് ടുവേർഡ്സ് ബിസിനസ്. ഈ ബിസിനസ്സിനോടുള്ള പാഷൻ കാണിച്ചിരുന്ന വേറൊരു സാഹചര്യം അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ 1992 ഒരു വലിയ സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം നടന്നിരുന്നു. എന്താണ് സ്കാം എന്ന് പറയുന്നത്? ഒരു കൊള്ള അല്ലെങ്കിൽ തട്ടിപ്പ്, വെട്ടിപ്പ് എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ സ്കാം എന്ന് പറയാം. നമ്മൾ ഈ സ്കാം 92 എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സീരീസും ഈ ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പേർക്ക് പൈസ പോയി. അതിൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഫ്രണ്ട്സിന് ഒരുപാട് പൈസ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി ആക്ച്വലി ഹെൽപ് ദം ടു റിക്കവർ ദ മണി. ആ പൈസ തിരിച്ച് അവരിലേക്ക് തന്നെ എത്തിക്കാൻ ഇവനും വളരെ ചെറുപ്പത്തിൽ തന്നെ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഈസ് ആക്ച്വലി വെരി പാഷനേറ്റ് ടുവേർഡ്സ് ബിസിനസ്. അല്ലെങ്കിൽ ഈ പൈസ അല്ലെങ്കിൽ ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവന് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. At the age of 13, അല്ലെങ്കിൽ 13 years, he started a portfolio management firm. നിങ്ങൾ ആ വേർഡിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഫേം എന്ന് പറയുന്നില്ലേ, ബാക്കിയുള്ള ആൾക്കാരുടെ പൈസ, അതും ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പൈസനെ വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ആ ഫേം കൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിലേ നമുക്ക് അത്രയും എന്താ പറയാ മനക്കരുത്ത് വേണം, അല്ലെങ്കിൽ ഗ്രിറ്റ് ആൻഡ് റെസീലിയൻസ് വേണം, അല്ലെങ്കിൽ മനക്കരുത്ത് എന്ന് തന്നെ നമുക്ക് മലയാളത്തിൽ പറയാം. അത് ഇവന് 13ാമത്തെ വയസ്സിലുണ്ട് നിങ്ങൾ ചിന്തിക്കുക. അതായത് ഒരു വലിയ കമ്പനിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഫേം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ്. അത് അവൻ എപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു? 13ാമത്തെ വയസ്സിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവന്റെ ഈ ഒരു ഐഡിയ, അല്ലെങ്കിൽ ത്രീ വീൽഡ് റെവല്യൂഷൻ, റിക്ഷ ആയിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഐഡിയ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതാണ് പിന്നെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. In 2006, he participated in Business Bazigar, an entrepreneur hunt show. എന്താണ് ബിസിനസ് ബാസിഗർ എന്ന് പറയുന്ന 2006 ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു TV പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ ഉദ്ദേശം എന്താ? ടു ഹണ്ട് ഓൺട്രപ്രനോഴ്സ്, അല്ലെങ്കിൽ ബിസിനസ് താല്പര്യമുള്ള, ബിസിനസ് തുടങ്ങാനും അത് നോക്കി നടത്താനും അത് മാനേജ് ചെയ്യാനും താല്പര്യമുള്ള ആളുകളെ ഹണ്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വേട്ടയാടുക എന്ന് പറയുന്നത്. പക്ഷെ വേട്ടയാടല്ല, കണ്ടെത്തുന്ന ഒരു ഷോ ആണ്. ഇപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പല പരിപാടികളും ഇപ്പോഴും ഉണ്ട്. ഷാർക്ക് ടാങ്ക് എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു നല്ല എക്സാമ്പിൾ ആണ്.
He proposed an idea to organize rickshaws, redesign them for advertisement and sell products like water, juice, biscuits and newspaper. അദ്ദേഹം ഒരു ആശയം അവിടെ ഉന്നയിക്കുക. എന്താ, ഈ റിക്ഷാസിലൊക്കെ നമുക്ക് പരസ്യങ്ങൾ വെച്ചാലോ, ടു റീഡിസൈൻ ഇറ്റ് ഫോർ അഡ്വർടൈസ്മെന്റ്. അതിനെ റീഡിസൈൻ ചെയ്യണം, അതിനെ ഒന്നുകൂടെ മാറ്റി പുതുക്കണം. എന്തിനു വേണ്ടിയിട്ടാ? എന്നിട്ട് അതിൽ നമ്മൾ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ വെക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം, ജ്യൂസ്, ബിസ്ക്കറ്റ്, ന്യൂസ് പേപ്പർ പോലുള്ള സാധനങ്ങളും അതുപോലെ തന്നെ വേറൊരു സൈഡിൽ ഇതിന് പരസ്യത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ. So he won the show but refused seed money 150 lakhs അല്ലെങ്കിൽ 1.5 കോടി. അദ്ദേഹം ഈ പരിപാടിയിൽ വിജയിക്കും, പക്ഷേ ആ സീഡ് മണി എന്ന് പറയുന്നത് നമുക്കൊരു ഇനീഷ്യേഷൻ കിട്ടാൻ അല്ലെങ്കിൽ തുടക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഫണ്ടിനെയാണ് നമ്മൾ സീഡ് മണി എന്ന് പറയുന്നത്. ഒരു ബിസിനസ് തുടങ്ങാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള പൈസയാണ് സീഡ് മണി എന്ന് പറയുന്നത്. സീഡ് മണി അദ്ദേഹം റെഫ്യൂസ് ചെയ്തു. റെഫ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? റെഫ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ നിരസിക്കുക, വേണ്ടാന്ന് പറയാം. Because organized didn't agree with the social model. സോഷ്യൽ മോഡൽ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താ? സമൂഹത്തിനെ കൂടെ അദ്ദേഹം പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ റിക്ഷ ഓടിക്കുന്ന ആളുകളെ കൂടെ അദ്ദേഹം പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. അത് ഈ ഷോയുടെ അല്ലെങ്കിൽ ഈ പരിപാടിയുടെ ഓർഗനൈസേഴ്സിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ ഹി ഫൗണ്ടഡ് സമ്മാൻ അല്ലെങ്കിൽ ദ ഫൗണ്ടേഷൻ ഓഫ് സമ്മാൻ. 2007 അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്, അല്ലെങ്കിൽ ശരിക്കും പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് സമ്മാൻ എന്ന് പറഞ്ഞുള്ള ഒരു കമ്പനി. He started with money from family and friends. ഈ സീഡ് മണി, അതായത് ഈ ബിസിനസ് ബാസികർ എന്ന് പറയുന്ന പരിപാടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൈസ അദ്ദേഹം യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് ഹി യൂസ് ദ മണി ഫ്രം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇത്രയുള്ളായിരുന്നു, ടു എംപവർ റിക്ഷ പുള്ളേഴ്സ് ആൻഡ് ഇംപ്രൂവ് ദെയർ ഇൻകം. അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല ഈ ഒരു ബിസിനസ് ഐഡിയ കൊണ്ടുവന്നത്. ഹി ആക്ച്വലി സ്റ്റാർട്ടഡ് ദിസ് ടു എംപവർ റിക്ഷ പുള്ളേഴ്സ് ആൻഡ് ഇംപ്രൂവ് ദെയർ ഇൻകം. അവരുടെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയും അതുപോലെ തന്നെ അവരെ എംപവർ ചെയ്യുക, അവരെ ശക്തിപ്പെടുത്തുക. എംപവർ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള വുമൺ എംപവർമെന്റിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുള്ള ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ആ വേർഡിന്റെ അർത്ഥം. ഇനി അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു വലിയ കാര്യമുണ്ട്, ബിസിനസ് ക്യാൻ സക്സീഡ് ബൈ ഹെൽപ്പിംഗ് പീപ്പിൾ അറ്റ് ദ ബോട്ടം ഓഫ് ദ പിരമിഡ്. നമ്മൾ ഒരു സൊസൈറ്റിയെ ഇങ്ങനെ ഒരു പിരമിഡ് പോലെ ആക്കി കഴിഞ്ഞാലല്ലേ ഏറ്റവും താഴേക്കിടയിൽ ആരായിരിക്കും ഉണ്ടാവുക? ഏറ്റവും പാവപ്പെട്ട ആൾക്കാരായിരിക്കും ഉണ്ടാവുക, ഏറ്റവും പുവർ പീപ്പിൾ ആയിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടുക്ക് വരുന്ന ഒരു ആൾക്കാർ എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ഫാമിലീസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞാണ് ഏറ്റവും ടോപ്പിൽ റിച്ചായ ഏറ്റവും ആൾക്കാരുണ്ടാവുക. അപ്പൊ ഇവിടെ അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ബിസിനസ് സക്സീഡ് ചെയ്യാൻ നമ്മൾ അതിന്റെ ഏറ്റവും താഴെയുള്ള ബോട്ടം ഓഫ് ദ പിരമിഡ്, അതിന്റെ ഏറ്റവും താഴെയുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ് ഭയങ്കരമായിട്ടുള്ള ഒരു സക്സസ് ആകുന്ന പറയുന്നത്. ഇനി ഇങ്ങനെ ഒരു ആശയം, ഇങ്ങനെ ഒരു മോഡൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ട് അതിന്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോയത് എന്നുള്ളതാണ് പിന്നീട് ഇവിടെ പറയുന്നത്. സോ റിക്ഷ പുള്ളേഴ്സ് ജോയിൻ സമ്മാൻ ആഫ്റ്റർ വെരിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ്. നമ്മൾ ഒല, ഊബർ എന്നൊക്കെ ഉള്ളത് പോലെ തന്നെ സാധാരണ ഓട്ടോ ഡ്രൈവർമാർ അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ അവർ വെരിഫൈ ചെയ്ത് അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കും. സമ്മാൻ ഹെൽപ്സ് ദം ടു ഗെറ്റ് ബാങ്ക് ലോൺസ്. ദേ ഓൺ ദെയർ ഓൺ റിക്ഷാസ് ഓർ ദെയർ റിക്ഷാസ് ഇൻസ്റ്റെഡ് ഓഫ് റെന്റിങ്. സാധാരണഗതിയിൽ ഏറ്റവും താഴേക്കിടയിലുള്ള, അതായത് സൊസൈറ്റിയുടെ ഏറ്റവും താഴെയുള്ള ഈ പുവർ പീപ്പിൾ സാധാരണ എന്താ ചെയ്യുക? ഈ ഓട്ടോ റിക്ഷാസ് ഇതിന്റെ ഓണേഴ്സിൽ നിന്ന് റെന്റ് ചെയ്തിട്ട് അവർ ഓടിക്കുന്ന പൈസയിൽ നിന്ന് കുറച്ച് പൈസ ഓണറിന് കൊടുക്കും, കുറച്ച് പൈസ അവരും എടുക്കും. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, what Samman is proposing is a new thing. So Samman help them to get bank loans. അവർക്ക് ബാങ്ക് ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമ്മാൻ ഹെൽപ്പ് ചെയ്യും. കാരണം സമ്മാൻ കുറച്ചും കൂടെ എന്താ പറയാ, കുറച്ചും കൂടെ ഈ ബാങ്കിൽ നിന്ന് ഒരു വിശ്വാസം പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഈ റിക്ഷ പുള്ളേഴ്സിന് അവരുടെ സ്വന്തമായിട്ട് ഒരു റിക്ഷ ഇറക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. ആൻഡ് ദേ പ്രൊവൈഡഡ് ഇൻഷുറൻസ്, ID കാർഡ് ആൻഡ് യൂണിഫോംസ്. നമുക്ക് ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഇത് നമ്മൾ അത്ര പോപ്പുലർ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ എല്ലാ ഗവൺമെന്റിന്റെ റൂൾ ഉണ്ട് യൂണിഫോം ഒക്കെ ധരിക്കണം എന്നുള്ളത്. പക്ഷെ ഒരു കമ്പനി, ഒരു എക്സ്റ്റേണൽ കമ്പനി ഇതൊക്കെ ചെയ്യുന്നത് വിച്ച് ഈസ് എ വെരി ന്യൂ തിങ്. അവർക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്തു, അവർക്ക് ID കാർഡ്സ് പ്രൊവൈഡ് ചെയ്തു, യൂണിഫോംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു. ആൻഡ് ദ റവന്യൂ കംസ് ഫ്രം അഡ്വർടൈസ്മെന്റ് ഓൺ റിക്ഷ ഷെയർഡ് 50-50. അതായത് നമ്മൾ റീഡിസൈൻ ചെയ്യാന്നുള്ളതായിരുന്നല്ലോ ആശയം. അതായത് റിക്ഷന്റെ ഉള്ളിൽ പരസ്യങ്ങളൊന്നും ഉണ്ടാവില്ല, അവിടെ പരസ്യങ്ങൾ പ്ലേസ് ചെയ്തിട്ടുള്ള അതിന്റെ വരുമാനം, ദ റവന്യൂ ഫ്രം അഡ്വർടൈസ്മെന്റ്, അത് 50-50 ആയിട്ടാണ് ഇവർ ചെയ്തത്. 50-50 എന്ന് പറയുമ്പോൾ 50% ആർക്ക് പോകും? ഈ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാർക്ക് പോകും, 50% സമ്മാനം പോകും. സെല്ലിംഗ് ഐറ്റംസ് ലൈക്ക് വാട്ടർ, ജ്യൂസ്, പ്രീപെയ്ഡ് കാർഡ്സ്, അതിന്റെ പ്രോഫിറ്റും അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവർ അതിനകത്ത് കുറെ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വാട്ടർ, ജ്യൂസ്, പ്രീപെയ്ഡ് കാർഡ്സ് ഒക്കെ അവർ വിൽക്കുന്നുണ്ട്. അതിന്റെ പ്രോഫിറ്റും അവർ 50-50 ആയിട്ട് എടുത്തു. ഇനി 50-50 ആയിട്ട് എടുക്കാത്തൊരു സാധനം എന്ന് പറയുന്നത്, ദ റിക്ഷ ഏർണിംഗ്സ് ഫ്രം പാസഞ്ചേഴ്സ് ബിലോങ് ഓൺലി ടു ദ പുള്ളേഴ്സ്. ഈ ആളുകളെ വഹിച്ചു കൊണ്ടുപോകുന്നില്ല, അതായത് ആളുകളിൽ നിന്ന് കിട്ടുന്ന പൈസ ഉണ്ടാവില്ല, അവരെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന ആ പൈസ, that belong only to the pullers. അത് ഈ വലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷ പുള്ളേഴ്സിന് മാത്രം അവകാശപ്പെട്ടതായിരിക്കും. ഇതായിരുന്നു ഇതിന്റെ ഒരു ഓപ്പറേഷൻ മോഡൽ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ്, ഗുണങ്ങളും അതുപോലെ തന്നെ ഇമ്പാക്റ്റും എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ
റിക്ഷ പുള്ളേഴ്സ് ഇൻകം ഇൻക്രീസ് ടു 30-40%. അവരുടെ ഇൻകം, അവരുടെ ജനറേറ്റ് ചെയ്യുന്ന വരുമാനം ഭയങ്കരമായിട്ട് കൂടി. ആൻഡ് ഫാമിലീസ് ഗെറ്റ് ഫ്രീ ഈവനിങ് ക്ലാസ്സസ് ത്രൂ സമ്മാൻ ഗ്യാൻ. ഇതിന്റെ വേറെ വലിയൊരു സോഷ്യൽ കോസ് അല്ലെങ്കിൽ സമൂഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബെനിഫിറ്റ്, ഇമ്പാക്ട് എന്ന് പറയുന്നത്, ഈ കുടുംബങ്ങൾ, അതായത് റിക്ഷ പുള്ളേഴ്സിന്റെ ഫാമിലീസിനൊക്കെ ഈവനിങ് ക്ലാസ്സുകൾ കൊടുക്കാൻ തുടങ്ങി, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതിന് പറയുന്ന പേരാണ് സമ്മാൻ ഗ്യാൻ. ആ പേര് ഓർത്ത് വെക്കണേ, സമ്മാൻ ഗ്യാൻ. റിക്ഷ പുള്ളേഴ്സ് ഗെയിൻ ഡിഗ്നിറ്റി, മര്യാദ, എംപവർമെന്റ്, ശക്തിപ്പെടുത്തൽ, ബിലോങ്ങിങ്നെസ്, അതായത് അത് അവരുടെ ഒരു ഫാമിലി ആണെന്നൊക്കെയുള്ള ഒരു തോന്നൽ അവരിൽ പതുക്കെ ഉണ്ടാവാൻ തുടങ്ങി. സമ്മാൻ ഇറ്റ് സെൽഫ് ഈസ് പ്രോഫിറ്റബിൾ. പ്രോഫിറ്റ് എത്രയാണ്? അത് പ്രോഫിറ്റബിൾ എന്ന് വെച്ചാൽ ലാഭകരമായിട്ടാണ് അത് ഓടുന്നത്. അതിന്റെ ലാഭത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. 50 lakhs റവന്യൂ, 8 lakhs നെറ്റ് പ്രോഫിറ്റ് ഇൻ 1 year. ആദ്യത്തെ വർഷത്തെ അവരുടെ റവന്യൂവും ലാഭവുമാണ് പറയുന്നത്. 50 ലക്ഷം ഏകദേശം റവന്യൂ വരുമാനവും 8 ലക്ഷം അവർക്ക് ലാഭവും വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അവരുടെ ഒരു ബ്രോഡർ വിഷൻ എന്താണ്, ഫ്യൂച്ചറിലേക്ക് എന്താണ് അവർ നോക്കി കാണുന്നതാണ് പിന്നീട് ഇവിടെ പറയുന്നത്. സോ റിക്ഷാസ് ആർ സ്റ്റിൽ പോപ്പുലർ എസ്പെഷ്യലി നിയർ മെട്രോ സ്റ്റേഷൻസ്. അതായത് മെട്രോ സ്റ്റേഷൻ പോലെയുള്ള ഭയങ്കര തിരക്ക് പിടിച്ച സ്ഥലത്ത് ഇത് ഇപ്പോഴും പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. They are eco-friendly and Samman is developing solar-powered fiberglass rickshaws. 2007 എൻവിഷൻ ചെയ്ത കാര്യമാണ്. അതായത് ഇനി മുന്നിലേക്ക് സോളാർ പവറിൽ ഓടുന്ന ഫൈബർ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള റിക്ഷാസ് പണിയണം എന്നുള്ളതായിരുന്നു ഇർഫാൻ ആലത്തിന്റെ ഫാർ അഹെഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ ബ്രോഡർ വിഷൻ ആയിട്ട് അദ്ദേഹം കരുതിയിരുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. ഇർഫാൻ ആലം റെപ്രസെന്റഡ് ഇന്ത്യ അറ്റ് പ്രസിഡൻഷ്യൽ ഓൺടർപ്രനോർഷിപ്പ് സമ്മിറ്റ് USA ആൻഡ് മെറ്റ് മുഹമ്മദ് യൂനിസ് ആൻഡ് വാസ് ഇൻവൈറ്റഡ് ടു ബംഗ്ലാദേശ്. അദ്ദേഹമില്ലേ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് USA-യിൽ, അമേരിക്കയിൽ നടന്നിട്ടുള്ള ഒരു പരിപാടിയാണ് പ്രസിഡൻഷ്യൽ ഓൺടർപ്രനോർഷിപ്പ് സമ്മിറ്റ്. അതിൽ അദ്ദേഹം ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിരുന്നു. അദ്ദേഹം മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന നൊബേൽ പ്രൈസ് ഒക്കെ കിട്ടിയത്, നൊബേൽ ലോറേറ്റ് എന്നാണ് നമ്മൾ പറയാം. മുഹമ്മദ് യൂനിസ് അദ്ദേഹത്തിന് ബംഗ്ലാദേശിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരുന്നു, ഇതുപോലത്തെ ഒരു മോഡൽ അവിടെയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവസാനമായിട്ട് ഇന്റർവ്യൂവിൽ പറയുന്നത് സ്റ്റുഡൻസിനോടുള്ള അഡ്വൈസ് ആണ്, അല്ലെങ്കിൽ അവരോടുള്ള ഒരു എന്താ പറയുക, ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഇന്റർവ്യൂ എൻഡ് ചെയ്യുന്നത്. An entrepreneur is one who finds opportunities and builds enterprises. എന്താണ് entrepreneur എന്ന് വെച്ചാൽ? എന്താണ്? ഒരു അവസരത്തെ കണ്ടുപിടിക്കുക. To who finds opportunities, അവസരങ്ങളെ കണ്ടുപിടിക്കുക, ആൻഡ് ബിൽഡ്സ് എന്റർപ്രൈസസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്താ പറയുക, ബിസിനസ് സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു ഓൺടർപ്രനോർ ചെയ്യേണ്ടത്. യൂത്ത് ഷുഡ് നോട്ട് ഡിസ്കറേജ് ഫ്രം ബിസിനസ്. പലപ്പോഴും യുവതലമുറ എന്ന് പറയുന്നത് പലപ്പോഴും നിരുത്സാഹപ്പെട്ടു പോവാറുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നും പറ്റൂല, അല്ലെങ്കിൽ നീ അതിനുള്ള പ്രായമായിട്ടില്ല എന്ന് പറയുന്നത് ഡിസ്കറേജ് ചെയ്യാറുണ്ട്, നിരുത്സാഹപ്പെടുത്താറുണ്ട്. അതിൽ നിരുത്സാഹപ്പെട്ടു പോകരുത് എന്നുള്ളതാണ് ഇർഫാൻ ആലം യൂത്തിന് കൊടുക്കുന്ന ഒരു സജഷൻ അല്ലെങ്കിൽ അഡ്വൈസ് എന്ന് പറയുന്നത്. ഓൺടർപ്രനർഷിപ്പ് ഈസ് എ കരിയർ പാത്ത് ദാറ്റ് ക്യാൻ ഫൈറ്റ് അൺഎംപ്ലോയ്മെന്റ്. നമ്മുടെ രാജ്യത്തെ വലിയൊരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്. അതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സാധനമാണ് നമ്മൾ ഓൺടർപ്രനർഷിപ്പിനെ, അല്ലെങ്കിൽ ബിസിനസ് സ്വന്തമായിട്ട് നടത്താനുള്ള ഒരു കരിയർ പാത്ത് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ഒരുവിധം അൺഎംപ്ലോയ്മെന്റ് നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡ്രീം ബിഗ് ആൻഡ് ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക്. ഇവിടെ എന്താണ് പറയുന്നത്? നമ്മൾ വളരെ സൂക്ഷിച്ച് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് റിസ്കുകൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു, അതുപോലെ തന്നെ വലിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങേണ്ടിയിരിക്കുന്നു എന്നാണ് ഇർഫാൻ ആലം നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഇർഫാൻ ആലത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം തുടങ്ങിയിട്ടുള്ള സമ്മാൻ എന്ന് പറയുന്ന റിക്ഷ പുള്ളേഴ്സിനെ എംപവർ ചെയ്യുന്ന, അവരുടെ ഇൻകം കൂട്ടുന്ന ഒരു ബിസിനസ് ഐഡിയ, അതെങ്ങനെയാണ് ഒരു സോഷ്യൽ കോസ് ആയിട്ട് മാറിയത്, അതെങ്ങനെയാണ് അവരുടെ ഫാമിലീസിന് കൂടെ ഗുണമായിട്ട് വന്നത്, ഇത്തരം കാര്യങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ അതിന്റെ ബ്രോഡർ വിഷൻ എന്തായിരുന്നു, മുന്നിലേക്ക് എന്താണെന്ന് അവർ നോക്കിക്കാണുന്നത്, അതുപോലെ തന്നെ അഡ്വൈസസ് ടു സ്റ്റുഡൻസ് എന്ന് പറയുന്നിടത്താണ് ഈ ഒരു ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. വേറൊരു ചാപ്റ്റർ നമ്മൾ ഇതേപോലെ തന്നെ 10-12 മിനിറ്റ് കൊണ്ട് നമ്മൾ സമ്മറൈസ് ചെയ്തെടുക്കാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.